നമസ്കാരം. ഇന്ന് 2025 മെയ് 25 ഞായറാഴ്ച. എല്ലാ ഓസ്ട്രേലിയ മലയാളികൾക്കും ഗുഡ് മോർണിംഗ് ഓസ്ട്രേലിയയുടെ മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. മഴയ്ക്ക് ശമനം വന്നതോടെ ന്യൂ സൗത്ത് വെയിൽസിന്റെ ചില ഭാഗങ്ങളിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു. വിവിധ കമ്മ്യൂണിറ്റികളുടെയും സംഘങ്ങളുടെയും സഹായത്തോടെയാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. ന്യൂ സൗത്ത് വെയിൽസിലുണ്ടായ റെക്കോർഡ് വെള്ളപ്പൊക്കത്തിൽ 10,000-ഓളം വസ്തുവകകൾക്ക് പൂർണ്ണമായും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. വിവിധയിടങ്ങളിൽ ഒറ്റപ്പെട്ടു പോയവരെ സംരക്ഷിക്കുവാനുള്ള നടപടികളും ആരംഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ 44 വെള്ളപ്പൊക്ക രക്ഷാപ്രവർത്തനങ്ങൾ ഉൾപ്പെടെ 864 സംഭവങ്ങളിൽ അടിയന്തര സേവനങ്ങൾ പ്രതികരിച്ചിട്ടുണ്ട്. അതേസമയം മഴ കുറഞ്ഞതോടെ ചില പ്രദേശങ്ങളിൽ വെള്ളപ്പൊക്കം കുറയാൻ തുടങ്ങിയിട്ടുണ്ട്. മധ്യവടക്കൻ തീരത്ത് കാലാവസ്ഥ മെച്ചപ്പെട്ടിട്ടുമുണ്ട്. വെള്ളിയാഴ്ച രാത്രിയിൽ കടുത്ത കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ റദ്ദാക്കിയിരുന്നു. ഓസ്ട്രേലിയയുടെ തെക്കുകിഴക്കൻ ഭാഗങ്ങളിൽ വ്യാപകമായ കാറ്റും കനത്ത മഴയും ഉണ്ടാകുമെന്ന മുന്നറിയിപ്പ്. വരും ദിവസങ്ങളിൽ വിക്ടോറിയ, ന്യൂ സൗത്ത് വെയിൽസ് എന്നിവിടങ്ങളിൽ ശക്തമായ കാറ്റ്, അപകടകരമായ തീരദേശ സാഹചര്യങ്ങൾ, മഴ, മഞ്ഞ് എന്നിവ ഉണ്ടാകും. വർഷത്തിൽ ഇതുവരെ അനുഭവപ്പെട്ട ഏറ്റവും ശക്തമായ തണുപ്പാണ് കരയിലേക്ക് അടിക്കുവാൻ ഒരുങ്ങുന്നത്. വരും ദിവസങ്ങളിൽ ടാസ്മാനിയ, വിക്ടോറിയ എന്നിവിടങ്ങളിലെ ചില ഭാഗങ്ങളിൽ ഏറ്റവും കൂടുതൽ മഴ ഉണ്ടാകുമെന്നാണ് ബ്യൂറോ ഓഫ് മെറ്റീരിയോളജി അറിയിച്ചിരിക്കുന്നത്. ഈ ആഴ്ച തുടർച്ചയായി പെയ്ത കനത്ത മഴയെ തുടർന്ന് സിഡ്നിയിലെ വാരൻഗംബ അണക്കെട്ട് പരമാവധി സംഭരണ ശേഷിയിലേക്ക് എത്തുന്നതായി മുന്നറിയിപ്പ്. വരും മണിക്കൂറുകളിൽ ജലസംഭരണി പൂർണ്ണ ശേഷിയിലെത്തുമെന്ന് വാട്ടർ NSW അറിയിച്ചു. അണക്കെട്ടിന് താഴെയുള്ള പ്രദേശങ്ങളിലെ താമസിക്കുന്നവർ കനത്ത ജാഗ്രത പാലിക്കണമെന്നാണ് നിർദ്ദേശം. നദികളുടെ ഉയരം, കാലാവസ്ഥാ പ്രവചനങ്ങൾ, മുന്നറിയിപ്പുകൾ എന്നിവയ്ക്കായി ജനങ്ങൾ ബ്യൂറോ ഓഫ് മെറ്റീരിയോളജി വെബ്സൈറ്റ് പരിശോധിക്കണമെന്നും നിർദ്ദേശമുണ്ട്. അതേസമയം വെള്ളപ്പൊക്കം കാരണം ഇപ്പോഴും ഒറ്റപ്പെട്ട് കിടക്കുന്ന 15 പട്ടണങ്ങളിലായി ആയിരക്കണക്കിന് താമസക്കാർക്ക് NSW സ്റ്റേറ്റ് എമർജൻസി സർവീസ് സാധനങ്ങൾ എത്തിച്ചു നൽകി. ഡബുക്കടുത്തുള്ള ന്യൂ സൗത്ത് വെയിൽസിലെ ഒറാന മേഖലയിൽ ഭൂകമ്പവും നിരവധി തുടർചലനങ്ങളും ഉണ്ടായി. വെള്ളിയാഴ്ച പുലർച്ചെ 2:30 ശേഷമാണ് 5.2 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പം രേഖപ്പെടുത്തിയത്. സർക്കാർ കണക്കുകൾ പ്രകാരം പുലർച്ചെ 2:43 4.1 തീവ്രതയുള്ള ഒരു ഭൂചലനവും രേഖപ്പെടുത്തി. പുലർച്ചെ 5:43 വീണ്ടും 3.6 തീവ്രതയോടെ മൂന്നാമത്തെ ഭൂചലനവും ഉണ്ടായി. ജിയോ സയൻസ് ഓസ്ട്രേലിയ വെബ്സൈറ്റിൽ 250-ലധികം പേർക്ക് ഭൂകമ്പം അനുഭവപ്പെട്ടതായി റിപ്പോർട്ട് ചെയ്തു. മെൽബണിലെ ഗോൾഡ്സ്റ്റൈൻ സീറ്റിൽ ലിബറൽ പാർട്ടിയുടെ ടിം വിൽസൺ 260 വോട്ടുകൾക്ക് വിജയിച്ചതിന് പിന്നാലെ റീകൌണ്ടിംഗ് ആവശ്യപ്പെട്ട് സ്വതന്ത്ര MP സോഡ് ഡാനിയൽ ഓസ്ട്രേലിയൻ ഇലക്ടറൽ കമ്മീഷന് മുന്നിൽ സോഡ് ഡാനിയൽ ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. ലിബറൽ പാർട്ടി സ്ഥാനാർത്ഥിക്ക് അനുകൂലമായി 260 വോട്ടുകളുടെ ഭൂരിപക്ഷമുണ്ട്. വിദഗ്ധ ഉപദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് പൂർണ്ണമായ റീകൌണ്ടിംഗ് ആവശ്യപ്പെട്ടതെന്ന് ഡാനിയൽ സ്ഥിരീകരിച്ചു. 3 ആഴ്ചയോളം നീണ്ടു നിൽക്കുന്ന വിവിഡ് സിഡ്നി 2025 ആഘോഷരാവുകൾക്ക് തുടക്കമായി. വർണ്ണശബളമായ അലങ്കാര വിളക്കുകളുടെ ഉത്സവമായ വിവിഡ് സിഡ്നി നഗരങ്ങളെയും തെരുവ് വീഥികളെയും ഒരുപോലെ പ്രകാശപൂരിതമാക്കും. മെയ് 23 മുതൽ ജൂൺ 14 വരെയുള്ള കാലയളവിൽ വിവിഡ് സിഡ്നി വൈദ്യുത അലങ്കാരങ്ങൾ കൊണ്ട് ആളുകൾക്ക് കാഴ്ചകൾക്കുള്ള വിസ്മയം തീർക്കും. വെള്ളിയാഴ്ച രാത്രി ഫെസ്റ്റിവലിന്റെ ഉദ്ഘാടനം തുടക്കം കുറിച്ചുകൊണ്ട് സിഡ്നി ഓപ്പറ ഹൌസിന്റെ ഗംഭീര വെടിക്കെട്ട് ഉൾപ്പെടെ സംഘടിപ്പിച്ചിരുന്നു. 3 ആഴ്ച നീണ്ടു നിൽക്കുന്ന ആഘോഷത്തിനായി സർഗാത്മക പാചക സംഗീത കലാകാരന്മാരെ ഒരുമിച്ച് കൊണ്ടുവന്ന വിവിധ പരിപാടികളും സംഘടിപ്പിക്കും. വൈകുന്നേരം 6 മണി മുതൽ രാത്രി 11 മണി വരെ ഷെഡ്യൂൾ ചെയ്ത 23 ദിവസങ്ങളിൽ ലൈറ്റ് ഇൻസ്റ്റലേഷൻ സിഡ്നി നഗരത്തിലെ രാത്രി ആകാശത്തെ മനോഹരമാക്കും. സൗത്ത് മെൽബണിൽ ഇന്നലെ നടന്ന വെടിവെപ്പിൽ ഒരു യുവതി കൊല്ലപ്പെട്ടു. സംശയാസ്പദമായി നടന്ന വെടിവെപ്പിനെ തുടർന്ന് സൗത്ത് മെൽബണിൽ പോലീസ് പ്രദേശത്ത് തെരച്ചിൽ ആരംഭിച്ചിരിക്കുകയാണ്. സംഭവത്തെ തുടർന്ന് പരിക്കേറ്റ ഒരാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവത്തിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥനും പരിക്കേറ്റതായി റിപ്പോർട്ടുണ്ട്. ചർച്ചിലെയും ഡൗൺ സ്ട്രീറ്റിലെയും താമസക്കാർ ഒന്നിലധികം സ്ഫോടന ശബ്ദം കേട്ടതായി അറിയിച്ചിട്ടുണ്ട്. ഓസ്ട്രേലിയൻ മലയാളികൾക്കിടയിൽ സുപരിചിതമായി കൊണ്ടിരിക്കുന്ന രുചിക്കൂട്ടുകളുടെ വൈവിധ്യങ്ങളുമായി സുമീസ് കറിപ്പോട്. മലയാള മണ്ണിൽ വിളയിച്ചെടുത്ത ഉൽപ്പന്നങ്ങളിൽ നിന്നുള്ള മായം കലരാത്തതും കലർപ്പില്ലാത്തതുമായ കേരളത്തിന്റെ സ്വന്തം രുചിക്കൂട്ട് സുമീസ് കറിപ്പോട്. സംസ്ഥാനത്തെ നേരത്തെ എത്തിയ കാലവർഷത്തിന് പിന്നാലെ പലയിടത്തായി കനത്ത നാശനഷ്ടം. മലപ്പുറത്ത് കനത്ത മഴയ്ക്കിടെ കാർ തോട്ടിലേക്ക് മറിഞ്ഞ യാത്രക്കാർക്ക് പരിക്കേറ്റു. കോഴിക്കോട് കിണറിടിഞ്ഞു വീണ് ഒരാൾ മരിച്ചു. കോട്ടയം പാല സെന്റ് തോമസ് കോളേജിൽ മൊബൈൽ ടവർ കനത്ത കാറ്റിലും മഴയിലും തകർന്നു വീണു. വിവിധ ജില്ലകളിൽ കൃഷിനാശവും ഉണ്ടായി.
വിഴിഞ്ഞം തുറമുഖത്ത് നിന്ന് കൊച്ചിയിലേക്ക് പുറപ്പെട്ട ശേഷം അറബിക്കടലിൽ അപകടത്തിൽപ്പെട്ട ചരക്ക് കപ്പലിലെ എല്ലാ ജീവനക്കാരും സുരക്ഷിതരെന്ന് കോസ്റ്റ് ഗാർഡ് അറിയിച്ചു. 24 ജീവനക്കാരാണ് കപ്പലിൽ ഉണ്ടായിരുന്നെന്നും ഇവരെല്ലാം സുരക്ഷിതരാണെന്നും കോസ്റ്റ് ഗാർഡ് അറിയിച്ചു. 21 ജീവനക്കാരെ രക്ഷപ്പെടുത്തിയെന്നും ക്യാപ്റ്റൻ അടക്കം 3 പേർ കപ്പലിൽ തുടരുകയാണെന്നും കോസ്റ്റ് ഗാർഡ് വ്യക്തമാക്കി. തെലങ്കാനയിൽ നടക്കുന്ന മിസ് വേൾഡ് മത്സരത്തിന്റെ സംഘാടകർക്കെതിരെ ഗുരുതര ആരോപണം ഉന്നയിച്ച മിസ് ഇംഗ്ലണ്ട് മത്സരത്തിൽ നിന്ന് പിന്മാറി നാട്ടിലേക്ക് മടങ്ങി. ഇത്തവണത്തെ മിസ് ഇംഗ്ലണ്ട് മില്ല മാഗിയാണ് മത്സരത്തിൽ നിന്ന് പിന്മാറുന്നു എന്ന് പ്രഖ്യാപിച്ചത്. ഷോപീസുകളെ പോലെയാണ് മത്സരാർത്ഥികളെ കൈകാര്യം ചെയ്യുന്നത്. മധ്യവയസ്കരായ സ്പോൺസർമാർക്കൊപ്പം നന്ദി പ്രകാശിപ്പിക്കാൻ എത്തിയെന്നും അടക്കമുള്ള ഗുരുതര ആരോപണങ്ങളാണ് മില്ല ഉന്നയിക്കുന്നത്. ചെറുപുഴയിൽ 8 വയസ്സുകാരി അച്ഛൻ ക്രൂരമായി മർദ്ദിച്ച കേസിൽ സർക്കാർ ഇടപെടലിന് പിന്നാലെ കുട്ടികളെ ഏറ്റെടുക്കുമെന്ന ശിശുക്ഷേമ സമിതി. 8ഉം 10ഉം വയസ്സുള്ള 2 കുട്ടികളെയും കൌൺസിലിംഗിന് വിധേയരാക്കുവാനും തീരുമാനമായുണ്ട്. മന്ത്രി വീണ ജോർജ് വനിതാ ശിശു വികസന വകുപ്പ് ഡയറക്ടർക്ക് നിർദ്ദേശം നൽകിയതിന് പിന്നാലെയാണ് തീരുമാനം. ജമ്മുവിലെ ദോഡ മേഖലയിലെ 37 ടവർ ലൊക്കേഷനുകളിൽ താൽക്കാലികമായി ഇന്റർനെറ്റ് വിച്ഛേദിച്ചു. ജമ്മു കാശ്മീർ പോലീസിന്റെ ശുപാർശ പ്രകാരമാണ് നടപടി. പൊതുസംരക്ഷണ കണക്കിലെടുത്താണ് തീരുമാനമെന്നാണ് വിശദീകരണം. ഈ മാസം 27 വരെയാണ് നിരോധനം. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. ഇനി കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുമുട്ടാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.